വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഒന്ന് അമർത്തിയേക്കണേ. ഹായ്, നമ്മുടെ ശരീരത്തിൽ കൊഴുപ്പിനുള്ള പങ്ക് നമുക്ക് ഓരോരുത്തർക്കും അറിയാം അല്ലേ? അപ്പം ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ ശരീരത്തിലെ കൊഴുപ്പിൻ്റെ ധർമ്മങ്ങളും അതിൻ്റെ പ്രശ്നങ്ങളുമാണ് ഞാനിന്ന് നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത്. ശരീരത്തിന് ആവശ്യമാകുന്ന ഊർജം ലഭിക്കുന്നത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്നുള്ള കൊഴുപ്പിൽ നിന്നാണ്. പിന്നെ നമ്മുടെ ശരീരത്തിൻ്റെതായ ഭിത്തികൾ നിർമ്മിക്കുന്നതിന് വേണ്ടി നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ നിന്നുള്ള കൊഴുപ്പിൻ്റെ സാന്നിധ്യം കൊണ്ടാണ് നമ്മുടെ ശരീരത്തിൻ്റെതാകുന്ന ഭിത്തികൾ നിർമ്മിക്കപ്പെടുന്നത്. നമ്മുടെ ശരീരത്തിൽ കാണപ്പെടുന്ന ഒരു തരം കൊഴുപ്പുകളാണ് വിസറൽ കൊഴുപ്പുകൾ എന്നാണ് അതിനെ പറയുന്നത്. അത് നമ്മുടെ ശരീരത്തിൻ്റെ ആന്തരിക അവയവങ്ങളുടെ ചുറ്റും നമ്മളുടെ വയറിൽ അടിഞ്ഞുകൂടും. ആ ഒരു വിസറൽ കൊഴുപ്പ് മൂലം നമുക്ക് രോഗങ്ങൾ, ഹൃദയരോഗം, പ്രമേഹം തുടങ്ങിയ രോഗങ്ങൾക്ക് ഇത് കാരണമാവുന്നുണ്ട്. ആ ഒരു കൊഴുപ്പിന് പറയുന്ന പേരാണ് വിസറൽ കൊഴുപ്പ്. രണ്ടാമത് കാണപ്പെടുന്ന ഒരു കൊഴുപ്പാണ് സബ്കുട്ടേനിയസ് കൊഴുപ്പ്. ഇതെവിടെയാണ് അടിഞ്ഞുകൂടുന്നതെന്ന് ചോദിച്ചാൽ നമ്മളുടെ സ്കിന്നിൻ്റെ അടിയിലായിട്ടാണ് ഈ കൊഴുപ്പുകൾ അടിഞ്ഞുകൂടുന്നത്. ഈ കൊഴുപ്പ് ഇങ്ങനെ അടിഞ്ഞുകൂടുന്നത് മൂലമാണ് നമ്മുടെ ശരീരത്തിൽ വണ്ണം വയ്ക്കുന്നത്. അടുത്ത് നമ്മൾ പറയുന്ന ഒന്നാണ് പൊണ്ണത്തടി അല്ലെങ്കിൽ ഒബിസിറ്റി. ഒബിസിറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ അമിതമായി കൊഴുപ്പ് അടിഞ്ഞുകൂടും. ആ കൊഴുപ്പ് അടിഞ്ഞുകൂടി നമ്മുടെ ശരീരത്തിന് പോകെ നല്ല വണ്ണം, പൊണ്ണത്തടിയായി വരുന്ന ഒരവസ്ഥയാണ് ഈ ഒബിസിറ്റി എന്ന് പറയുന്നത്. ഇത് ശാരീരികവും മാനസികവുമായ നമ്മളുടെ അവസ്ഥയെ തളർത്തുകയും ജീവിത നിലവാരം തന്നെ കുറയ്ക്കുന്നതിന് ഈ ഒബിസിറ്റി കാരണമാകും. ഇത് നമ്മുടെ ശരീരത്തിൽ അധികം കൊഴുപ്പടിഞ്ഞു കൂടുകയും പലവിധ രോഗങ്ങൾക്ക് കാരണമാകുകയും ചെയ്യും. ഇങ്ങനെ നമ്മളിൽ പലരും പൊണ്ണത്തടി അല്ലെങ്കിൽ ഒബിസിറ്റി ആയിട്ടുള്ള ആളുകളുണ്ട്. അപ്പം നമ്മുടേതായ രീതിയിലുള്ള മരുന്നുകളൊന്നും ചെയ്യാതെ നമ്മളൊരു ഡോക്ടറിൻ്റെ നിർദ്ദേശപ്രകാരം നമ്മൾ മെഡിസിൻ ഒക്കെ ഉപയോഗിക്കുന്ന ആ നിർദ്ദേശം അനുസരിച്ചുള്ള ട്രീറ്റ്മെൻറ്റുകൾ ചെയ്യുന്നതാണ് ഈ ഒബിസിറ്റി എന്ന് പറയുന്ന അവസ്ഥയ്ക്ക് ഏറ്റവും നല്ലത്. ഈ കൊഴുപ്പ് എന്ന് പറയുന്ന സാധനം നമുക്ക് വെള്ളത്തിൽ ലയിക്കത്തില്ല അല്ലേ? നമ്മൾ കുറച്ച് വെള്ളം എടുത്തിട്ട് അതിനകത്തോട്ട് നമ്മൾ ഈ കൊഴുപ്പ് ഒഴിച്ചു കൊടുത്താൽ അത് വെള്ളത്തിൽ ഒരിക്കലും ലയിക്കത്തില്ല. എന്നാൽ ഓർഗാനിക് ആയിട്ടുള്ള ലായനികളിൽ ഇത് ലയിച്ച് ചേരുന്നതായിരിക്കും. സസ്യങ്ങളും ജീവികളും ഒക്കെ കൊഴുപ്പ് നിർമ്മിക്കുന്നുണ്ട്, പല തരത്തിലാണ് അല്ലേ? അതിനെ നമ്മൾ ഓരോ പേരുകളിൽ പറയുന്നുണ്ട്. ഓരോ കൊഴുപ്പിനും ഓരോ പേരുകളാണ് പറയുന്നത്. കൊഴുപ്പുകൾ പല താപനിലകളിൽ ദ്രാവകമായും ഖരമായും നമുക്ക് കാണപ്പെടാൻ സാധിക്കുന്നതാണ് കേട്ടോ. ദ്രാവകമായ കൊഴുപ്പിനെ നമ്മൾ എണ്ണകൾ എന്നാണ് പറയുന്നത്. ഖരമായതിനെ നമ്മൾ കൊഴുപ്പുകൾ എന്നാണ് പറയുന്നത്. ദ്രാവക രൂപത്തിലുള്ളതിനെ നമ്മൾ എണ്ണകളെന്നും ഖര രൂപത്തിലുള്ളതിനെ നമ്മൾ കൊഴുപ്പുകളെന്നുമാണ് പറയുന്നത്. ഇനി നമുക്ക് ആരോഗ്യകരമായ കൊഴുപ്പുകൾ ഏതാണെന്ന് നോക്കാം. ഈ ആരോഗ്യമായ കൊഴുപ്പുകളെ നമ്മൾ പറയുന്നത് അപൂരിത കൊഴുപ്പുകൾ എന്നാണ് പറയുന്നത്. എണ്ണകൾ നമുക്ക് ആരോഗ്യകരമായ എണ്ണകളുണ്ട് കേട്ടോ. അതിൽ പെടുന്ന എണ്ണയാണ് ഒലിവ് ഓയിലും നമ്മുടെ സൂര്യകാന്തി എണ്ണയും. ചിലതരം വിത്തുകളിൽ ഇതുപോലെ ആരോഗ്യകരമായ കൊഴുപ്പുകളുണ്ട്. അത് നമുക്ക് ഏതാ എന്ന് നോക്കാം. ഒന്നാമത്തേതാണ് ബദാം. ബദാം കഴിക്കുന്നത് ശരീരത്തിന് വളരെ നല്ലതാണ്. അത് ഒരു തരത്തിലുള്ള കൊഴുപ്പാണ് ആ ബദാമിൽ അടങ്ങിയിരിക്കുന്ന ആരോഗ്യകരമായ കൊഴുപ്പാണ്. പിന്നെ നമ്മൾ കഴിക്കുന്നതാണ് വാൽനട്ട്. പിന്നെ നമ്മുടെ മത്തങ്ങ സീഡ്സ്, മത്തങ്ങയുടെ വിത്തുകൾ അല്ലേ? മത്തങ്ങയുടെ വിത്തുകളിലും നല്ല ആരോഗ്യകരമായ കൊഴുപ്പാണ് അടങ്ങിയിരിക്കുന്നത്. അത് കഴിക്കുന്ന ഒത്തിരി ആളുകളുണ്ട് കേട്ടോ. ഞാൻ ഒത്തിരി പേരെ കണ്ടിട്ടുണ്ട്. അപ്പം ഇതൊക്കെ നമ്മുടെ ശരീരത്തിന് ആരോഗ്യകരമായ കൊഴുപ്പാണ് തരുന്നത്. പിന്നെ മത്സ്യങ്ങളെ എടുത്ത് നോക്കുകയാണെങ്കിൽ നമ്മുടെ അയല, സാൽമൺ ഇതുപോലെയുള്ള മീനുകളിലും
നല്ല ഫാറ്റ് അടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇതിൽ നമ്മുടെ omega-3 ഫാറ്റി ആസിഡാണ് ഈ മീനുകളിലൊക്കെ അടങ്ങിയിരിക്കുന്നത്. അത് നമ്മുടെ ശരീരത്തിന് വളരെയേറെ പ്രയോജനം ചെയ്യുന്ന ഒന്നാണ്. ഇനി നമുക്ക് അനാരോഗ്യകരമായ കൊഴുപ്പ് ഏതൊക്കെയാണെന്ന് നോക്കാം. ചുമന്ന മാംസത്തിൽ അടങ്ങിയിരിക്കുന്ന കൊഴുപ്പ് നമുക്ക് അനാരോഗ്യം നൽകുന്ന ഒന്നാണ്. അതുപോലെ പാൽ ഉൽപ്പന്നങ്ങൾ എടുത്തു നോക്കിയാൽ വെണ്ണ, ചീസ്, ക്രീം ഇതൊക്കെ നമുക്ക് അനാരോഗ്യം തരുന്ന കൂട്ടത്തിൽ പെടുന്നതാണ്. ഇതൊക്കെ നമുക്ക് ഇതുപോലെ ഒബിസിറ്റിയുടെ പ്രശ്നങ്ങളുള്ളവരൊക്കെ ഇതൊന്ന് ഒഴിവാക്കിയാൽ നല്ലതായിരിക്കും. എണ്ണകളിൽ നമ്മൾ നോക്കിയാൽ വെളിച്ചെണ്ണ, ഈന്തപ്പനയുടെ എണ്ണ, ചിലരത് ഉപയോഗിക്കാറുണ്ട് കേട്ടോ. ഇതൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത് നമുക്ക് അനാരോഗ്യം ഉണ്ടാക്കുന്ന കൊഴുപ്പിൽ പെടുന്ന എണ്ണകളാണ് ഈ രണ്ടും കേട്ടോ. പിന്നെ നമ്മൾ കഴിക്കുന്ന ബ്രെഡ്, കേക്കുകൾ, നമ്മൾ വറുത്ത് ഒക്കെ കഴിക്കുന്ന സാധനങ്ങളുണ്ടല്ലോ, അങ്ങനെയൊക്കെ ഉള്ള സാധനങ്ങൾ നമ്മൾ കഴിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ അനാരോഗ്യകരമായ കൊഴുപ്പുകളാണ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. ഇത്രയുമാണ് ഇന്ന് ഞാൻ ഈ ഫാറ്റിനെ കുറിച്ച് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. ഇതിലും അധികമായിട്ട് പറയാനൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ അടുത്തൊരു വീഡിയോയിൽ ഇതുപോലത്തെ ടിപ്സുകളും നിർദ്ദേശങ്ങളും ഒക്കെ ആയിട്ട് ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതായിരിക്കും. അപ്പം ഈ ഫാറ്റ് ഒബിസിറ്റി ഉള്ള ആളുകളൊക്കെ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ നമ്മുടെ ശരീരം നമുക്ക് ഹെൽത്തി ആയിട്ട് വയ്ക്കുവാൻ സാധിക്കും. അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ഓക്കെ, ബൈ, താങ്ക് യു.